ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് രാവിലെ നമ്മൾ എണീറ്റാൽ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് കുക്കറിൽ അടിപൊളിയായിട്ടൊരു മുട്ടക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. സിമ്പിളാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ. ഞാനിതാ എണീറ്റ പാടെ ഒരു 5 മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് വേകുന്ന സമയം കൊണ്ട് ഇതാ ഒരു 5-6 വെളുത്തുള്ളിയും ചെറിയ 2 പീസ് ഇഞ്ചി 2 പച്ചമുളകും കൂടെ ഒന്ന് നമുക്ക് ചതക്കിയെടുക്കാം. ഈ സമയം തന്നെ ഞാനിതാ ഒരു 2 തക്കാളിയും ഒരു ഉള്ളിയും ഒന്ന് കട്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുക്കർ ഒന്ന് ചൂടായാൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ചതക്കി വെച്ചത് അതിലേക്ക് ഇടുക. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കുക കേട്ടോ, പച്ചമണം മാറാൻ വേണ്ടിയിട്ട്. ഈ സമയം തന്നെ അതിലേക്ക് ആ കട്ടാക്കിയ ഉള്ളിയും അതുപോലെ തന്നെ തക്കാളിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ട പൗഡേഴ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്ര ഇട്ടൊന്ന് മിക്സ് ആക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് കുക്കർ അടച്ചിട്ട് ഒരു വിസിലടിച്ചാൽ മതി കേട്ടോ. അപ്പോഴേക്കും ഈ മസാലയൊക്കെ നല്ലോണം വെന്തിതാ ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ, നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കുറേ സമയം ഉള്ളി വഴറ്റിയിട്ടൊന്നും സമയം കളയണ്ട ഇങ്ങനെയാവുമ്പോൾ. ഇനി ഇതാ വേവിച്ച മുട്ടയും കൂടെ ഇതിലേക്ക് ഇട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് തിളപ്പിച്ചാൽ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ചെറിയ ജീരകം ഞാൻ ആദ്യം മുട്ടക്കറി വെക്കുമ്പോൾ ചേർക്കലില്ല, ഇന്ന് ചേർത്തപ്പം ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്യണേ. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.